പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റ് പ്രൊഫഷണൽ റെസ്ലറായ AJ സ്റ്റൈൽസിന് കൊടുത്ത ട്രിബ്യൂവിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് ഒന്നടങ്കം AJ സ്റ്റൈൽസിൻ്റെ ട്രിബ്യൂവിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് AJ സ്റ്റൈൽസുമായി TNA റെസ്ലിംഗിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേയധികം സ്റ്റാർസ്, ഫ്രാങ്കി കസേറിയൻ, ഗുഡ് ബ്രദേഴ്സ്, അതുപോലെ തന്നെ ABS എന്ന് പറയുന്ന റെസ്ലർ തുടങ്ങിയവരുടെയൊക്കെ ഒരു അപ്പിയറൻസ് റോ എപ്പിസോഡിന് ഉടനീളം ബാക്ക് സ്റ്റേജ് സീക്വൻസിലൂടെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ ഇവൻറ്റിലേക്ക് വരികയാണെങ്കിൽ AJ സ്റ്റൈൽസിൻ്റെ ഒരു എൻട്രൻസ്, അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച്, അതാണ് നമുക്ക് തുടക്കത്തിലേ കാണാൻ സാധിച്ചത്. അദ്ദേഹം ഫാമിലിയെ സംബന്ധിച്ചും TNA റെസ്ലിംഗ്, അതുപോലെ തന്നെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് തുടങ്ങിയവയിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് മൊമെൻറ്റ്സിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ആരാധകരെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ആരാധകരാണ് തന്നെ ഇങ്ങനെയാക്കിയെടുത്തത് എന്നൊക്കെ AJ സ്റ്റൈൽസ് പറയുന്നു. ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ നന്ദി പറയുന്നു. അവരുടെ വിലപ്പെട്ട സമയങ്ങളിലൊന്നും അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല, എന്നാലും അവർ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നൊക്കെ എന്ന് പറഞ്ഞ് വളരെ ഇമോഷണലായി പോയിക്കൊണ്ടിരുന്ന AJ സ്റ്റൈൽസിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ്, AJ സ്റ്റൈൽസ് ആ ഒരു ഗ്ലൗസും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷർട്ടും ഒക്കെ ഊരി താൻ ഇനി WWE റിങ്ങിലേക്ക് മത്സരിക്കാൻ ഇറങ്ങില്ല എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സമയത്ത് എൻഡ് കാർഡൊക്കെ ഇട്ട് ഏകദേശം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് ആ മണിമുഴക്കം നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ദി അണ്ടർടേക്കർ എന്ന WWE ഇതിഹാസ താരത്തിൻ്റെ ഒരു അപ്പിയറൻസ് അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. അമേരിക്കൻ ബാഡാസ് ക്യാരക്ടറിൽ അണ്ടർടേക്കർ മോട്ടോർ സൈക്കിളിൽ അങ്ങോട്ട് റിങ്ങിലേക്ക് വരുന്നു. പിന്നീട് റിങ്ങിലേക്ക് കയറി പിന്നീട് AJ സ്റ്റൈൽസിനെ 2026 ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നുള്ള ഒരു വലിയൊരു അനൗൺസ്മെൻറ്റും കൂടി നടത്തി. അത് AJ സ്റ്റൈൽസിനെ കുറച്ചും കൂടി ഇമോഷണൽ ആക്കി. പിന്നീട് അതിൻ്റെ വൈഫും കുട്ടികളുമൊക്കെ കയറി വന്നുകൊണ്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കാണിച്ച് റോ എപ്പിസോഡ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. AJ സ്റ്റൈൽസ് WWE റിങ്ങിലേക്ക് ഇനി ഇറങ്ങില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. TNA റെസ്ലിംഗിൽ ചിലപ്പോൾ AJ സ്റ്റൈൽസ് ഈ വർഷം തന്നെ 1-2 മത്സരങ്ങൾ കളിക്കാൻ സാധ്യത ഉണ്ടെന്നും കേൾക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ളതും AJ സ്റ്റൈൽസിന് കൊടുത്ത ട്രിബ്യൂവിനെ സംബന്ധിച്ചുള്ളതും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.